കുണൽ കിങ്കിണി ജാലകോലാഹലാഢ്യം ലസൽ പീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ സൂര്യാദി ഗുരുപര്യന്തം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലങ്ങൾ പറയപ്പെട്ടതിനു ശേഷം ലഗ്നാദി ദ്വാദശഭാവങ്ങളിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പ്രതിപാദിക്കുന്ന പ്രകരണത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത്. അതിൽ തന്നെ മൂന്നാം ഭാവം വരെ ശുക്രൻ നിന്നാലുള്ള ഫലത്തെ പറയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് പറയുന്നത് നാലാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചാണ്. അതിനെ നമുക്കൊന്ന് പരിശോധിക്കാം. മഹിത്വേധികോ യസ്യ തുര്യേ സുരജ്യോ ജനൈകിം നിജൈശ്ചാവരൈരുഷ്ടതുഷ്ടൈഃ കിയൽ പോഷയേജ്ജന്മതസ്വം ജനന്യാം അധീനർപ്പിതോ വായനൈരേവ പൂർണ്ണഃ. ഒന്നുകൂടി ചെല്ലാം. മഹിത്വേധികോ യസ്യ തുര്യേ സുരജ്യോ ജനൈകിം നിജൈശ്ചാപരൈരുഷ്ടതുഷ്ടൈഃ കിയൽ പോഷയേജ്ജന്മതസ്വം ജനന്യാ അധീനാർപ്പിതോ വായനൈരേവ പൂർണ്ണഃ. മഹിത്വേധികോ യസ്യ തുര്യേ സുരജ്യോ ജനൈഃ കിം നിജൈശ്ചാപരൈഃ രുഷ്ടതുഷ്ടൈഃ കിയൽ പോഷയേൽ ജന്മതസ്വം ജനന്യാ അധീനാർപ്പിതോപായനൈരേവ പൂർണ്ണഃ. അധീനാർപ്പിതോപായനൈരേവ പൂർണ്ണഃ എന്നാണ് പദങ്ങൾ. അസുരേജ്യൻ, അസുരേജ്യൻ എന്ന് പറഞ്ഞാൽ അസുര ഗുരുവായിട്ടുള്ള ശുക്രനെ കാണിക്കുന്നു. യസ്യ തുര്യേ സ്ഥിതഃ അർത്ഥം. തുരീയമായ ഭാവത്തിൽ നിൽക്കുമ്പോൾ, തുരീയം നാലാം ഭാവാണെന്ന് നമ്മൾ മുമ്പേയുള്ള ശ്ലോകങ്ങളെ കൊണ്ടൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. തുരീയേ ദിനേശേധി ശോഭാധികാര എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ തുരീയം എന്നുദ്ദേശിച്ചത് നാലാം ഭാവത്തിനെയാണ്. തുരീയേ അസുരേജ്യോ, അസുരേജ്യ നാലാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ മഹിത്വേധികോ അധികമായ മഹത്വത്തോട് കൂടിയ വ്യക്തിയായിരിക്കും എന്നർത്ഥം. തൻ്റെ ഉത്സാഹം കൊണ്ടും പ്രതാപം കൊണ്ടും കഴിവിനെ കൊണ്ടും അധികമായ മഹത്വത്തെ സമ്പാദിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനൈകിം നിജൈശ്ചാവരൈരുഷ്ടതുഷ്ടൈഃ. ജനൈഹി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. നിജന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ബന്ധുജനങ്ങൾ എന്നാണ് അർത്ഥം. അപരൈ എന്ന് പറഞ്ഞാൽ അപരന്മാരായിട്ടുള്ള വ്യക്തികളും. അപരന്മാരായിട്ടുള്ള വ്യക്തികളും
സ്വന്തം ബന്ധുജനങ്ങളും ഇദ്ദേഹത്തോട് സന്തോഷിച്ചാലും കോപിച്ചാലും നിർവികാരമായ അവസ്ഥയോടുകൂടി മാത്രം അതിനെ ദർശിക്കുന്നവനായിരിക്കും. ജനൈക്കിം നിജൈശ്ചാപരൈ രുഷ്ടദുഷ്ടൈഹി രുഷ്ടദുഷ്ടൈഹി കിം. അവര് ഇദ്ദേഹത്തെ നോക്കി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സന്തോഷത്തിലോ കോപത്തിങ്കിലോ എന്തു തന്നെ പറഞ്ഞാലും യാതൊരു വികാര വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവനായിരിക്കും എന്നർത്ഥം. ആരെന്ത് പറഞ്ഞാലും ഒരു പ്രയാസവുമില്ല എന്ന ഭാവം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ വരി കിയൽ പോഷയേൽ ജന്മതസ്വം ജനന്യാ. ജനനം മുതൽ അമ്മയുടെ ധനത്തിനെ വളരെയധികം പോഷിപ്പിക്കുന്നവനായിരിക്കും. ജന്മത എന്ന് പറഞ്ഞാൽ ജനനം മുതൽ. സ്വം ജനന്യ സ്വന്തം ജനനിയുടെ സ്വം ജനന്യ ജനനിയുടെ സ്വമ്മിനെ, സ്വം എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്നാണ് അർത്ഥം. ജനനിയുടെ സ്വമ്മിനെ പോഷയേൽ പോഷിപ്പിക്കുന്നവനായിരിക്കും എന്നർത്ഥം. അതായത് അമ്മയുടെ സ്വത്തിനെ പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തിയായിരിക്കുമെന്ന് അർത്ഥം. നാലാമത്തെ വരി അധീനാർപ്പിതോപായനൈരേവ പൂർണ്ണ. തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ജനങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളെ കൊണ്ട് സമ്പൂർണാവസ്ഥയെ പ്രാപിക്കുന്നവനായിരിക്കുമെന്നാണ് അവസാനത്തെ വരിയുടെ അർത്ഥം. നമുക്ക് ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലി അർത്ഥത്തെ പറയാം. മഹിത്വേധികോ യസ്യ തുര്യേ സുരജ്യോ ജനൈകിം നിജശ്ചാപരൈരുഷ്ടതുഷ്ടൈഃ കിയൽ പോഷയൽ ജന്മതഃ സ്വം ജനന്യാ അധീനാർപ്പിതോപായനൈരേവ പൂർണ്ണ. യാവനൊരുത്തന് അസുരേജ്യൻ തുര്യത്തിങ്കൽ സ്ഥിതനാകുന്നു എങ്കിൽ അവൻ അധീനാർപ്പിതോപായങ്ങളെ കൊണ്ട് പൂർണ്ണനായി മഹത്വത്തിങ്കൽ അധികനായി ഭവിക്കുന്നു. അവന് നിജന്മാരായും അപരന്മാരായും ദുഷ്ടദുഷ്ടന്മാരായിരിക്കുന്ന ജനങ്ങളെ കൊണ്ട് എന്ത്? അവൻ ജന്മകാലം തുടങ്ങി ജനനിയുടെ സ്വത്തിനെ കിയത്താകും വണ്ണം പോഷിപ്പിക്കും. അർത്ഥം ഒന്നുകൂടി പറയാം. യാതൊരു വ്യക്തിയുടെ നാലാം ഭാവത്തിലാണോ ജനനകാലത്തിങ്കൽ ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അവൻ അത്യന്തം ഉത്സാഹശാലിയായിരിക്കും, അധികമായ മഹത്വത്തോട് കൂടിയവനായിരിക്കും. അവന് തന്റെ ആളുകളോ അന്യന്മാരോ കോപിച്ചാലും സന്തോഷിച്ചാലും ഒരു പ്രയാസവുമില്ല. അവൻ ജനനം മുതൽ അമ്മയുടെ ധനത്തിനെ എത്രയോ അധികം പുഷ്ടിപ്പെടുത്തുന്നവനായിരിക്കും. തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ജനങ്ങൾ സമർപ്പിക്കുന്ന ഓരോ കാഴ്ചദ്രവ്യങ്ങളെ കൊണ്ടും പൂർണ്ണാവസ്ഥയെ
പ്രാപിക്കുന്നവനും ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 5-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലത്തെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.